എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ അവന്റെ ഗ്രാൻഡ് പ കൊടുത്ത പുതിയ ഗെയിം പാഡ് അതുമായിട്ട് ഇപ്പൊ ലീയുടെ അടുത്തേക്ക് വരും. ലീ ഡോറ് തുറക്കും. പുറത്ത് നിൽക്കുന്ന ഹീറോയെ കണ്ട് അവന് ഭയങ്കര സന്തോഷം. വാവ്, നീ ഇത്ര രാവിലെ തന്നെ ഇവിടേക്ക് വന്നോ? അതിന് ഹീറോ ആണെങ്കിൽ അവന്റെ ഗ്രാൻഡ് പാ മേടിച്ചു കൊടുത്ത ആ ഗെയിം പാഡ് കാണിച്ചു കൊടുക്കാണ്. ഇത് കണ്ടോ, എനിക്ക് എന്റെ ഗ്രാൻഡ് പാ ഗിഫ്റ്റ് തന്നതാണ്. ഇതിൽ പുതിയ ഗെയിം ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നിന്റെ കൂടെ ഗെയിം കളിക്കാനാണ് ഞാൻ രാവിലെ തന്നെ വന്നത്. അത് കേട്ട് ലീക്കും ഒരുപാട് സന്തോഷമായി. അവൻ ആ പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. യെസ്, ഇത് അടിപൊളിയാണ്. ഞാൻ നിനക്ക് ഒരുപാട് ഗെയിംസ് സെൻഡ് ചെയ്ത് തരാം. മാത്രമല്ല നല്ല നല്ല ഗെയിംസ് കളിക്കാൻ നിനക്ക് ട്രെയിനിങ്ങും തരാമെന്ന് പറഞ്ഞ് ഹീറോയെ അവൻ അകത്തേക്ക് ക്ഷണിക്കും. ഹീറോ ചുറ്റും നോക്കും. അവന്റെ വീട് ശരിക്കും അടിപൊളിയാണ്. വാവ്, എനിക്ക് ഈ വീട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഉടനെ ലീ ആണെങ്കിൽ ഇപ്പൊ ഹീറോയോട് നിനക്ക് കുടിക്കാനോ കഴിക്കാനും എന്തെങ്കിലുമൊക്കെ വേണോ? അതിന് ഹീറോ പറയും ഓക്കെ, യെസ്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. സോ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നീ എടുത്തോ. അതിനവനാണെങ്കിൽ കയ്യിൽ കിട്ടിയ സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ എടുത്ത് ഹീറോയുടെ അടുത്തേക്ക് വരും. ഹീറോ ആ വീട് മുഴുവൻ ചുറ്റി നടന്ന് ഇപ്പോൾ ഒരു ഡോറിന് മുൻപിലേക്ക് വരും. അവിടെയാണെങ്കിൽ നോ എൻട്രി എന്ന് ബോർഡൊക്കെ വെച്ച് ഒരുപാട് റിബൺസ് ഒക്കെ വെച്ച് ആ ഡോർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതായിട്ട് ഹീറോ കാണും. അവനത് തുറക്കാൻ ശ്രമിക്കും. അതിന് നമ്മുടെ ലീ അയ്യോ വേണ്ട വേണ്ട, ആ ഡോറ് അത് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹീറോയെ തടയും. അതിനുശേഷം ലീ ആണെങ്കിൽ അവനെയും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് അവന്റെ റൂമിലേക്ക് വരികയാണ്. ഹീറോയ്ക്ക് അവന്റെ റൂമും ഒരുപാട് ഇഷ്ടാവും. കാരണം അവിടെ ഒരുപാട് ബുക്സും നല്ല നല്ല ലേഡീസിന്റെ പിക്സ് ഒക്കെ ഉണ്ടാവും. ലീ, നിനക്ക് എല്ലാത്തിലും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ആക്ച്വലി നിന്റെ ടേസ്റ്റ് ഒക്കെ എനിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവർ ഹാപ്പി ആയിട്ട് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കഴിച്ച് ഗെയിം കളിക്കാനായിട്ട് തുടങ്ങും. ലീ ആണെങ്കിൽ ഹീറോയ്ക്ക് ഒരുപാട് ഗെയിംസ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കും. അതെങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ അവന് പറഞ്ഞും കൊടുക്കും. അവരാണെങ്കിൽ ഇപ്പൊ നല്ല അടിപൊളി ഒരു ഗെയിം കളിക്കുകയാണ്. ആ ഗെയിമിൽ അവർക്ക് അവരുടെ രൂപം തന്നെ ഗെയിം കളിക്കാനായിട്ട് ഉപയോഗിക്കാം. ലീ പറയും ഇതില് നമുക്ക് ഗെയിം കളിക്കാം, മാരേജ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇത് ശരിക്കും ഒരു അടിപൊളി ഗെയിമാണ്. എനിക്കിഷ്ടമുള്ള പെൺകുട്ടി നല്ല ഹൈറ്റ് ആയിട്ട് മീഡിയം സ്കിൻ ടോണിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ ഈ ഗെയിമിൽ തന്നെ വിവാഹം കഴിച്ച് കാണിക്കാന്ന് പറഞ്ഞ് അവനിപ്പോ ഹീറോയ്ക്ക് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി നിന്റെ കൺസെപ്റ്റ് അത് പറ. അതനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്ത് ഈ ഗെയിമിൽ നിന്റെ മാരേജ് നടത്താം. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ടെൻഷൻ ആവും. എന്നെ കൊണ്ട് പറ്റില്ല ഈ ഗെയിമിലാണെങ്കിലും കല്യാണം ഒന്നും കഴിക്കാൻ. എന്റെ മനസ്സിൽ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ലീ ആണെങ്കിൽ വിടാതെ അവനെ പ്രഷർ ചെയ്യാണ്. ഇത് വെറും ഗെയിമല്ലേ, നിനക്ക് പറഞ്ഞാൽ എന്താ? എനിക്ക് തോന്നുന്നത് നിനക്ക് ഗേൾസിനോട് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഇല്ലെന്നാണ്. അതൊരു പറ്റിയൊരു ബുക്ക് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒരു അഡൾട്ട് ബുക്കൊക്കെ എടുത്ത് അവൻ ഹീറോയെ കൊണ്ട് നിർബന്ധിച്ച് വായിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കാഴ്ച കണ്ടുവന്ന ലീയുടെ സിസ്റ്റർ അവൾ ചാടി വീണ് ആ ബുക്ക് തട്ടിത്തെറിപ്പിക്കും. അതിനുശേഷം ലീയെ പിടിച്ചു വലിച്ച് പുറഞ്ച അട്ടിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി മേലിൽ നീ ചെയ്യാൻ പാടില്ല. അതിനുശേഷം ലീയുടെ സിസ്റ്റർ അവളാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് വളരെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുകയാണ്. വാവ്, നിന്നെ കാണാൻ ശരിക്കും അടിപൊളിയാണ്. നിനക്ക് വേറെ ബ്രദേഴ്സ് ഉണ്ടോ? നീ കമ്മിറ്റഡ് ആണോ? നിനക്ക് ആരോടെങ്കിലും ക്രഷ് ഉണ്ടോ? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അവളാണെങ്കിൽ ഹീറോയെ വെറുപ്പിക്കും. കാര്യം മനസ്സിലായ ലീ ആണെങ്കിൽ ഇപ്പൊ അവന്റെ ചേച്ചിയെ പിടിച്ചു വലിച്ച് റൂമിൽ നിന്ന് പുറത്താക്കുകയാണ്. പക്ഷെ അവളാണെങ്കിൽ പോവാൻ തയ്യാറാവാതെ വീണ്ടും വീണ്ടും റൂമിലേക്ക് തന്നെ ഇടിച്ചു കയറാൻ ശ്രമിക്കും. അവളാണെങ്കിൽ ഹീറോയോട് വിളിച്ചു ചോദിക്കും, നിനക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് വേണോ? ഇവിടെ ഒരുപാട് ഫുഡൊക്കെ ഉണ്ട്, ഞാൻ സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്ത ഡിഷ് അതെടുക്കട്ടെ. അതിന് ലീ അവൻ കൺട്രോൾ പോയി ഇപ്പൊ അവളെ പിടിച്ചു വലിച്ച് അവളുടെ റൂമിലേക്ക് കൊണ്ടുവരും. നീ കരുതും പോലെയല്ല ഹീറോ ഇറുമ. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ലൈക്ക് എ ബ്രദർ. അവന്റെ അടുത്ത് ഒരു കാരണവശാലും നീ ഫ്ലർട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അവളെ താക്കീത് ചെയ്യും. ഒരു കാരണവശാലും ഇനി നീ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ വീണ്ടും ഹീറോയുടെ അടുത്തേക്ക് വരും. ഹീറോ ആണെങ്കിൽ ലീ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് അവന്റെ ഗെയിം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മനസ്സിലാക്കി അതിപ്പോ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അവർ രണ്ടുപേരും വാശിയിൽ ഒരിഞ്ഞ ഗെയിം ഒക്കെ കളിച്ചു കഴിഞ്ഞ് ഹീറോ ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരികയാണ്. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഹീറോ ഇപ്പൊ വീണ്ടും ആ ബുക്സിലെ സ്റ്റോറീസ് അവൾക്ക് വായിച്ചു കൊടുക്കും. അവൾ ആ സ്റ്റോറി ഒക്കെ കേട്ട് ഹീറോയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കും. അവരെയാണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ സ്റ്റോറി ഒക്കെ കേട്ട് ഒരുപാട് ആസ്വദിച്ചിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ആ സ്റ്റോറി ഒരുപാട് ഇഷ്ടമായി. ആ സ്റ്റോറിയിലതുപോലെ തന്നെ അവളുടെ ലൈഫും ഹീറോയുടെ കൂടെ കളർഫുൾ ആകണം എന്നവൾ ഒരുപാട് ആഗ്രഹിക്കും. അപ്പോഴായിരിക്കും ഹീറോ ആണെങ്കിൽ അവിടെ ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന ഒരുപാട് ചോക്ലേറ്റ്സും ബേക്കറി ഐറ്റംസ് ഒക്കെ കാണാം. ഓ, ഇതൊക്കെ നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ ചോദിച്ച് ഹീറോ അത് മുഴുവൻ എടുത്ത് തിന്നാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് അവര് പറയും, ആക്ച്വലി അത് ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ പപ്പ എനിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എനിക്കിതൊന്നും ശരിയായിട്ട് ഉണ്ടാക്കാനും അറിയില്ല.
ഞാനിതുവരെ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിന് ഹീറോ ആണെങ്കിൽ അവളോട് പറയും, ഓക്കെ കുഴപ്പമില്ല, ഓക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ വായു, നമുക്ക് രണ്ടുപേർക്കും എൻ്റെ വീട്ടിലേക്ക് പോയി നമ്മുടെ ഇഷ്ടത്തിന് ഒരുപാട് ഫുഡും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളെ വിളിക്കുകയാണ്. അതിനവൾക്കും സന്തോഷമാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോ ഹീറോയുടെ വീട്ടിലേക്ക് വരും. അസിസ്റ്റന്റ് ചേച്ചിക്കാണെങ്കിൽ ആവരെ കാണുമ്പോൾ എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. ആവരയുടെ മനസ്സിൽ അവൾക്കാണെങ്കിൽ ഹീറോയെ കല്യാണം കഴിക്കണം എന്നൊരൊറ്റ ചിന്തയാണ്. അവൾ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് ആദ്യം ഡീമൻ ഗ്രാൻഡ്പയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുകയാണ്. അസിസ്റ്റന്റ് ചേച്ചി വണ്ടർ അടിക്കും, ഇത് എന്തു പറ്റി, ഇവൾ എന്തായി ചെയ്യണേ ചിന്തിച്ച് അവളിപ്പോ അവരെ തന്നെ വാച്ച് ചെയ്യാണ്. ഹീറോ ആവരെയും കൂട്ടി കിച്ചണിലേക്ക് വന്ന് അവരിപ്പോ ഒരുപാട് ഡിഷൊക്കെ ഉണ്ടാക്കാനായി ശ്രമിക്കും. ആവരെയും ഹീറോയും അവർ രണ്ടുപേരും റെസിപ്പി ബുക്കൊക്കെ വായിച്ച് ഇപ്പോ ഓരോരോ ഡിഷുകളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ്. ആവരി കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ അത് ഹീറോയുടെ അടുത്താണ്. ആ കാര്യം ദൂരെ നിൽക്കുന്ന അസിസ്റ്റന്റ് ചേച്ചിക്ക് മനസ്സിലാവും. അവൾക്ക് ഹീറോയോട് എന്തോ ഒരു അടുപ്പമുണ്ടെന്നും അതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്നും അവൾ മനസ്സിൽ കരുതി കൂട്ടും. അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ ഇപ്പൊ മനസ്സിൽ ഉറപ്പിക്കും. അവരെയാണെങ്കിൽ ആ ബുക്ക് നോക്കി ഓരോ കാര്യങ്ങൾ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഹീറോ ആണെങ്കിൽ ഒക്കെ തന്നെ തെറ്റായിട്ടായിരിക്കും ചെയ്യുക. ഉടനെ ആവരെയാണെങ്കിൽ ഹീറോയെ മാറ്റി നിർത്തി ഇപ്പൊ അവള് കുക്കിംഗ് ഏറ്റെടുക്കും. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാണ്. ലോങ് ഷോട്ടിലായിട്ട് അസിസ്റ്റന്റ് ചേച്ചി അവൾ ഈ കാഴ്ചയെല്ലാം കണ്ട് മിണ്ടാതെ അങ്ങനെ നിൽക്കും. ഹീറോ ആണെങ്കിൽ ആ അടിപൊളി ഡിഷൊക്കെ കാണുമ്പോൾ ഒരു സെക്കൻഡ് അവന്റെ പഴയ കാലം ഓർക്കും. അന്ന് അവന് കഴിക്കാൻ പ്രോപ്പറായിട്ട് ഫുഡ് പോലും ഇല്ലായിരുന്നു. കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വെച്ച് അവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവന്റെ വിശപ്പടക്കി. അത്രയും ബുദ്ധിമുട്ടിൽ വന്ന നമ്മുടെ ഹീറോയ്ക്കാണ് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ തന്നെ പറ്റുന്നത്. കട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ അവരോട് ചോദിക്കും, നിനക്ക് ബേക്കിംഗ് ചെയ്യാൻ അറിയോ? അതിനവള് പറയും, പണ്ടൊരിക്കൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ കുഴപ്പമില്ല, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ബേക്കിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അപ്പോഴായിരിക്കും ഹീറോ മറ്റൊരു കാര്യം നോട്ട് ചെയ്യുക. അവൾ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങൾ താഴേക്ക് പോവാണ്. ഹീറോയ്ക്കാണെങ്കിൽ അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇതുപോലെ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് അവന് തീരെ ഇഷ്ടമല്ല. ഉടനെ ഹീറോയും ബേക്ക് ചെയ്യാൻ അവളെ സഹായിച്ച് ഒരുമിച്ച് കുക്ക് ചെയ്ത് അവർ കുക്ക് ചെയ്തതിന്റെ ആ ഔട്ട്പുട്ട് അതിപ്പോ പുറത്തേക്ക് കൊണ്ടുവരാണ്. ആ ഫുഡ് ഐറ്റം ആണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ഡീമന്റെ ലുക്കാണ്. അവർ രണ്ടുപേരും പേടിച്ച് ആ ഫുഡ് ഐറ്റത്തിലേക്ക് തന്നെ നോക്കും. അസിസ്റ്റന്റ് ചേച്ചിയാണെങ്കിൽ ഇപ്പൊ അവിടേക്ക് വന്ന് ആ ഒരു ഡിഷ് അത് മുഴുവനായിട്ടും വേസ്റ്റ് ബിന്നിലേക്ക് ഇടും. ആക്ച്വലി ഇങ്ങനെ കുക്ക് ചെയ്താൽ അത് ആർക്കും കഴിക്കാൻ പറ്റില്ല. മാത്രമല്ല ആ തിങ്സ് മുഴുവൻ വേസ്റ്റ് ആവുകയാണ്. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള വ്യക്തമായ ബോധം അത് നമുക്ക് വേണം. അതിനുശേഷം ഏതൊക്കെ കൂട്ട് ഏതൊക്കെ സമയത്ത് എത്ര അളവിൽ ഇടണം എന്ന കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ചേച്ചി ഇപ്പൊ അവർക്ക് കുക്ക് ചെയ്ത് കൊടുത്ത് കാണിക്കുകയാണ്. കുക്കിങ്ങിനിടയിൽ വീണ്ടും അവർക്ക് ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ പറ്റും. പക്ഷെ അതെല്ലാം തിരുത്തി അവർ മൂന്ന് പേരും ഒരുമിച്ച് നിന്ന് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. ആവരെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹീറോയെ എടുത്ത് ഒരു ടേബിളിന് മുകളിൽ ഇരുത്തും. എന്നിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കുക്കീസ് പാക്ക് ചെയ്ത് അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. കൺഗ്രാറ്റ്സ്, നീ ആ മത്സരത്തിൽ ഫസ്റ്റ് നേടിയതിന് ഇത് ഞാൻ നിനക്ക് തരുന്ന ഒരു സമ്മാനമാണെന്ന് പറയും. അവനാണെങ്കിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നും. അതിനുശേഷം ഹീറോ അവനുണ്ടാക്കിയ കുക്കീസ് ഈ അസിസ്റ്റന്റ് ചേച്ചിക്കും ഗ്രാൻഡ്പയ്ക്കും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.